പറയുമ്പം ശ്രദ്ധിക്കേണ്ട അമ്പാനല്ല അമ്മച്ചിയെ. അമ്മച്ചി അതിനുശേഷം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വാമി, ഈ മരണപ്പെട്ട സ്വാമിയുടെ ചെറുതിലുള്ള ഒരു ആഗ്രഹമാണ്. ഹലോ ഹായ്, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഗോപൻ സ്വാമിയുടെ സമാധിയെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സഹോദരി ഗോപൻ സ്വാമിയുടെ മക്കളെ കുറിച്ച് പറയുന്നതൊന്ന് കേട്ടു നോക്കാം. ഇതൊന്ന് കേട്ടു നോക്കൂ. സ്വന്തം സഹോദരിയായ നിങ്ങൾക്കില്ല? എനിക്കില്ല. എന്റെ അണ്ണന്റെ ദുരോഗത എന്ന് പറയാനേ എനിക്ക് പറ്റില്ല. അത്ര വിശ്വാസമാണ് എന്റെ അണ്ണന്റെ മക്കള് എനിക്കും എന്റെ അണ്ണനെ. അല്ലാതെ ഒരു സംശയത്തിലും വെള്ളപൂശൽ കഴിഞ്ഞില്ല, കുറച്ചും കൂടി ഉണ്ട്. ഇതും കൂടി ഒന്ന് കണ്ടു. ഇപ്പൊ ഒന്നും അറിയാത്ത എന്റെ മക്കളാണ്, എന്റെ അണ്ണന്റെ മക്കളാണ് ഈ ദുരോഗ കഥയിൽ വേദനിച്ച് കഴിയുന്നത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത് സത്യമായ കാര്യമാണ്. എന്റെ അണ്ണന്റെ മക്കളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് അത്രേ പറയാനുള്ളൂ. ആ മക്കൾ അവിടെ വിഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ മക്കൾ പൊന്നും തേനുമാണെന്നാണ്. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന ഒരു മക്കളെ സ്വാമിയുടെ സഹോദരി ഒന്ന് ചെന്ന് കണ്ടിട്ടുണ്ടോ, ഒന്ന് സമാധാനിപ്പിച്ചിട്ടുണ്ടോ? കേട്ടു നോക്കാം. പിണക്കമായിട്ട് ഞങ്ങൾക്കില്ല, വരവില്ല. അണ്ണ എന്തോ പിന്നെ ഞാൻ എന്തെന്ന് അറിയാൻ പാടില്ല, വരയില്ല, ഞാനും പോകില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ പറഞ്ഞ സംസാരമോ ഒന്നുമേ ഞങ്ങളുടെ ഇടയിലില്ല. 4 വർഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടത് എന്റെ അണ്ണൻ മരിച്ച പോസ്റ്റർ ഒട്ടിച്ച് TV വഴിയാണ് ഞാൻ എന്റെ അണ്ണന്റെ മുഖം കണ്ടത്. എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല. വീട്ടിൽ പോയില്ല. ഇത്രയും തേനും ഇതുമായിട്ടുള്ള കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് സ്വാമി മരിച്ചിട്ട് ഇത്രയും ദിവസമായി. അതുമാത്രമല്ല, ഈ ഒരു സഹോദരിയുടെ വീട് എന്ന് പറയുന്നത് 1-2 കിലോമീറ്ററിന്റെ അടുത്താണ്. അതായത് സ്വാമിയുടെ വീടും ഈ സ്ത്രീയുടെ, അതായത് ഈ അമ്മയുടെ വീടും തമ്മിൽ 1-2 കിലോമീറ്ററിന്റെ ദൂരമേ ഉള്ളൂ. എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും പോയിട്ട് ഒന്നും കണ്ടിട്ടില്ല, ആ വീട്ടിലൊന്നും ചെന്നിട്ടില്ല എന്ന പറഞ്ഞത്. രണ്ടാമത് ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 4 വർഷമായിട്ട് ആ വീട്ടിലോ അല്ലെങ്കിൽ സ്വാമിയായിട്ടോ ഒരു കോണ്ടാക്ട്, ഈ ഗോപൻ സ്വാമിയായിട്ടോ ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറയുന്നുണ്ട്. തിരിച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ക്ലീൻ ചിറ്റ് ആ മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുക? ഇത് ആരാണ് ഇവരെ പഠിപ്പിച്ചിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കണം ഈ ഒരു കാര്യം. ഇനി അങ്ങോട്ട് മുഴുവൻ കോമഡിയാണ്. ഈ സ്വാമി മരിച്ചതിന് ഈ അനിയത്തിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കേട്ടു നോക്കൂ. ഒരു ദുരോഗതയും ഇല്ല. ഞങ്ങൾക്ക് പോലും എന്റെ അണ്ണൻ മരിച്ചതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അണ്ണൻ മരിച്ചതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. ചിലപ്പോൾ സന്തോഷമായിരിക്കാം, കാരണം സമാധി ആയതാണല്ലോ, മരിച്ചതല്ലല്ലോ, അതുകൊണ്ട് സന്തോഷമായിരിക്കാം. ഓക്കെ. എന്നാൽ ഈ ഒരു അമ്മ പറഞ്ഞ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കണം. 30 വർഷം മുമ്പേ തീർത്ത കല്ലറയാണ് ഈ കല്ലറ? അതെ 30 വർഷമായ കല്ലറയാണ് ആ കിടന്ന കല്ലറ. അപ്പോഴും മനസ്സിൽ ആ ആഗ്രഹം കുടി കൊണ്ടത് കൊണ്ടാണ് ആ കല്ലറ അവിടെ വരാനും സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 30 വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള കല്ലറയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവരവിടെ താമസം വാങ്ങിയിട്ട്, അതായത് ഈ സ്വാമി അവിടത്തേക്ക് താമസം മാറിയിട്ട് ഏകദേശം 30 വർഷം ആവുന്നത്രേ. അപ്പോഴത്തേക്കിനെ തുടങ്ങിയോ? ഇനി ഇതിനെക്കുറിച്ച് മകൻ പറയുന്നത് കേൾക്കാം. അതായത് ഈ 5 വർഷത്തിന് മുമ്പ് ഇത് ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛൻ മയിലാടിയിൽ നിന്ന് 5 വർഷത്തിന് മുമ്പ് ഈ മയിലാടി കന്യാകുമാരി ഏകദേശം 5 വർഷം മുൻപാണ് ഈ ഒരു കല്ലറ പണിതിട്ടുള്ളത് എന്നാണ് മകൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഇപ്പൊ വിശ്വസിക്കേണ്ടത്? 30 വർഷം മുമ്പുള്ളതോ അല്ല 5 വർഷം മുമ്പുള്ളതോ? ഇതൊക്കെ പറയുമ്പം ശ്രദ്ധിക്കേണ്ട അമ്പാനല്ല അമ്മച്ചി അതിനുശേഷം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വാമി, ഈ മരണപ്പെട്ട സ്വാമിയുടെ ചെറുതിലുള്ള ഒരു ആഗ്രഹമാണ്. അതൊന്ന് കേട്ടു നോക്കൂ. കൊച്ചുകാലത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണ്ണന്റെ കുട്ടിക്കാലത്ത്. കാരണം നമ്മൾ കളിച്ചു വിളയാടുന്ന സമയത്തൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻ മരുത്തോമലയിൽ സ്വാമിയായി സമാധിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട് എന്റെ അച്ഛൻ അണ്ണന്റെ കൂടി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അണ്ണൻ ഒരാഗ്രഹം, അപ്പോഴേ ഒരാഗ്രഹം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, സമാധി ആവണം എന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇത് പാരമ്പര്യമായിട്ട് വരേണ്ടതൊന്നല്ലല്ലോ. അച്ഛൻ അങ്ങനെ വരേണ്ട ഒരു കാര്യമൊന്നല്ലല്ലോ ഇത് നമ്മൾ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്ത് അത്രയും കഠിന അധ്വാനം ചെയ്തിട്ടാണ് ഓരോ സ്വാമി ആവുകയും അതിലൂടെ ഈ ഒരു സമാധി ആവുക എന്നൊരു കാര്യത്തിലൊക്കെ എത്തുക. എന്നാൽ ഈ വ്യക്തിക്ക് ചെറുതിലെ ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തി അത്രയും അധ്വാനം ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇത് 2-3 മക്കളെയും ഉണ്ടാക്കി കേസുകളിലെ പ്രതിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നമുക്കറിയാം ഒരുപാട് സ്വാമിമാരുണ്ട്, കഠിനമായിട്ടുള്ള ബ്രഹ്മചര്യം പോലത്തെ പല കാര്യങ്ങളും അനുഷ്ഠിച്ചിട്ടും ഈ ഒരു സമാധി ലഭിക്കാത്ത ഒരുപാട് സ്വാമിമാർ. അപ്പോഴാണ് ഈ ഒരു വ്യക്തി, ആയിക്കോട്ടെ നടക്കട്ടെ, എന്തായിരുന്നാലും ശരി,
അതിനോടൊപ്പം തന്നെ ഈ അമ്മച്ചി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ അമ്മച്ചി അത് എന്തിനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക. ഓക്കെ, അതൊന്ന് കേൾക്കാം. ഞങ്ങൾ കുടുംബമേ ഹിന്ദുക്കളാണ്. കുട്ടിക്കാലം എന്റെ അച്ഛന്റെ കുടുംബമേ ഹിന്ദുവാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. അവർ കുടുംബമേ ഹിന്ദുവാണെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ പറയാനുള്ള കാര്യം മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക. ഓക്കെ, ഇനി അവസാനമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം കൂടി. അതെ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇനി എന്നോടൊന്നും ചോദിക്കണ്ട, എന്റെ ഡയലോഗ് കഴിഞ്ഞു എന്ന പോലെയാണ് അടുത്ത ചോദ്യം ചോദിച്ചപ്പം പറഞ്ഞിട്ടുള്ളത്. എന്റേത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ, വേറെ അപ്പുറവും ഇപ്പുറവും ഒന്നും ഇല്ല എന്ന്. നമുക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എന്തായാലും പുറത്തു വന്നേ പറ്റൂ, ഈ ഗോപൻ സ്വാമിയുടെ തിരോധാനത്തെ കുറിച്ച്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു. ഹൈക്കോടതി ഇവരുടെ അപ്പീൽ തള്ളിയിരിക്കുകയാണ്. കോടതി പറഞ്ഞിട്ടുള്ളത് ഇത് പോലീസ് പ്രൊസീജിയറാണ്, അത് നടത്തിയേ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്കകം നമുക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.